നോക്കിയിട്ട് സംഗതി ചാടിപ്പോയ പണിയാട്ടാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി മുതലക്കറി കേട്ടാ. ഇതാ ചാക്കിലേക്ക് കൊണ്ടുവന്നിരിക്കണം. നല്ലൊരു കുഞ്ഞൻ മുതല. കുഞ്ഞനല്ല ഇതാ സാധനം ജീവനുണ്ട് കേട്ടാ. അപ്പോ ഇത് നമ്മളിന്ന് നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കി എടുത്തില്ലേ. നമ്മളെന്ത് കേട്ടാ പോണ് നല്ല അടിപൊളി മുതലക്കറി, അതും ചൈനീസ് സ്റ്റൈലില്. നമ്മളിപ്പോ ചൈനയിലുള്ളത് കേട്ടാ. അപ്പൊ ഇത് നാട്ടിൽ നിന്ന് ആരും അനുകരിക്കരുത്, കാരണം ഇതല്ലേ ഇത് ഒഫൻസ് ആണ് കേട്ടോ നാട്ടില്. അപ്പൊ ഇവിടെ എല്ലാ സാധനവും കിട്ടും. ചൈനയിൽ കിട്ടാത്ത സാധനമില്ല, ഇവർ തിന്നാത്ത സാധനമില്ല. അപ്പൊ നമുക്കിതിനെ തുറന്നു വിടാം. ഓടുമോ എന്നുള്ള അറിയില്ല കേട്ടാ. ഇതേ അല്ലെങ്കിൽ ഇന്നത്തെ മുതലാളിന്റെ ലഞ്ച് നമ്മളാവും. അതെ, എന്താവുന്നുള്ള അറിയില്ല. അപ്പൊ ഇതാണ് സാധനം കേട്ടാ. സംഗതി അരിക്കുന്നുണ്ട്, ജീവനുണ്ട്, ആൾക്ക് ജീവനുണ്ട്. ഇത് വിട്ടാ ഓടും കേട്ടാ. അപ്പൊ ഇതിനെ ശരിയാക്കാനായിട്ട് ഇതിന് ആളുകൾ വരുന്നുണ്ട് അല്ലേ. അവര് വന്നിട്ട് ഇത് റെഡിയാക്കാട്ടാ. ആ പവർ നല്ല നല്ല ഓട്ടം ഓടും സാധനം കേട്ടാ. ചാക്കിലുള്ള ഉള്ളിലായതുകൊണ്ട് കുഴപ്പമില്ല. ഇതെന്താ അടിപൊളി സാധനമാണ്. അപ്പൊ അതിന് ആളാട്ടാ, അവനതിന് നിൽക്കാനൊക്കെ അറിയാം കേട്ടാ. കട്ട് ചെയ്യേണ്ട ആളെ. ആ സംഭവം സംഭവേ മുരക്കുണ്ട് സാധനം കേട്ടാ. My God. Oh, come on. Cái cân gạo xuống à. അപ്പൊ ഇത് ഇവൻ ശരിയാക്കും കേട്ടാ. അപ്പൊ ഇതാരറിയോ, നമ്മുടെ സഹീർ ഭായി. നമ്മുടെ മുന്നേ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ട് സഹീർ ഭായിക്ക് ഇവിടെ എന്താ പരിപാടി അറിയോ, ഇവിടുത്തെ സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യാം അല്ലേ. എല്ലാ രാജ്യങ്ങളിലേക്കും സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കലാണ് സഹീർ ഭായിന്റെ കമ്പനി. ഇവിടെ ഒരു കമ്പനി ഉണ്ട് നമുക്ക്, ബെസ്റ്റ് എന്താണ് ബെസ്റ്റ് ചൈന മാനുഫാക്ചറിംഗ് പറഞ്ഞിട്ട് കമ്പനി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീട്ടിലേക്കുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടല്ലോ, എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ചൈനയിൽ നിന്ന് സോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സഹീർ ഭായിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളിവിടെ വരണമെന്നൊന്നുമില്ല. ഇവിടെ നമ്മൾ ക്വാളിറ്റി സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തില്ലേ, എല്ലാം ക്വാളിറ്റി ചെക്കപ്പ് കഴിഞ്ഞിട്ട് എന്ത് കാണിക്കും, സാധനം നിങ്ങൾക്ക് നാട്ടിലെത്തിച്ചേരും കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണ്ടവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഇവിടെ നിന്ന് സഹീർ ഭായിൻ്റെ മറ്റേ സ്റ്റാഫുകൾ നിങ്ങൾക്ക് തരും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ഇവരും കൂടെ റെഡിയാക്കാൻ പറഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്ത് കറി വെച്ച് കഴിക്കാം. ചട്ടി വെക്കാട്ടാ. അപ്പം മുതലിനെ അവർ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ചൂടുവെള്ളം കാച്ചാം. അതിനെ വൃത്തിയാക്കാനുള്ള ചൂടുവെള്ളം ഉണ്ടാകും. അപ്പോൾ ഇതിന് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ക്ലീൻ ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ പുള്ളി ചെയ്തോ, ഇതൊക്കെ പുള്ളിൻ്റെ പരിപാടിയാണ്. എന്താ ചൂടുവെള്ളം ഒഴിച്ചാൽ അപ്പം വരും ഇതിൻ്റെ ഈ തൊലിപ്പോലത്തേക്ക് സാധനം മുഴുവൻ എന്നാ. ഇത് മീനിൻ്റെ ചെറുക്ക് കളയുമ്പോൾ അല്ലേ ഇത് സെയിം മീനിൻ്റെ ചെറുക്കാൻ കേട്ടോ. അങ്ങനെ വരും. നമുക്ക് ഓരോ പീസായി എടുക്കല്ലേ അതിനെ. നല്ല ഇറച്ചിയാണ് കേട്ടാ. അങ്ങനെ മുതല നേരെയാക്കാൻ പഠിച്ചു നമ്മൾ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര പീസ് എടുക്കുള്ളൂ. ബാക്കി ഇത് നമുക്ക് നമ്മൾ നന്നാക്കി ആൾ കൊടുക്കണം. അതിൻ്റെ വായും പല്ലൊക്കെ ഇത് ഇത്ര നേരം ഞങ്ങൾ പേടിച്ചിരുന്നു കേട്ടോ. ഇതിൻ്റെ പല്ലൊക്കെ ഭയങ്കര ഷാർപ്പാണിതാ. തട്ടിക്കഴിഞ്ഞാൽ പുളി ശരിക്കും ഇതാ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. നാക്കും സാധനങ്ങളും ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കണം.
ഇതൊക്കെ ഒരു നേക്കാണത് എന്നാ നമ്മൾ മുതലല്ല എല്ലാം നേരെയാക്കും പടപട കഴിഞ്ഞ പരിപാടി എന്താ സോഫ്റ്റ് മീറ്റ് മുതലല്ല എന്ത് സാധനമാണെങ്കിലും നമ്മൾ വൃത്തിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല കേട്ടാ വേസ്റ്റ് കാര്യമായിട്ടില്ല അല്ലേ പിന്നെ നല്ല കൊഴുപ്പുള്ള മീറ്റാണ് അത് മീറ്റിലേക്ക് കൊഴുപ്പിട്ട് പോകും വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് അത്ര അഴുക്കുണ്ടായില്ലായിരുന്നു ആദ്യം നമുക്ക് ചുടുവെള്ളത്തിലിട്ടിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കണം എന്താ പറയുക ഇതിനൊരു ഷാലുണ്ടാവൂലേ അത് പോണെന്നാ പറയാം കുറച്ച് ഉപ്പിട്ട് കഴിക്കാം അടുപ്പാണ് സൂപ്പർ അടുപ്പല്ലേ കറക്റ്റ് തീ എല്ലാവിടെയും കറക്റ്റായിട്ട് ഇത് ചൂടുവെള്ളത്തിലിട്ട് കംപ്ലീറ്റ് കൊഴുപ്പ് ഇതിൻ്റെ ഇളകി വന്നു ഇതിൻ്റെ കൊഴുപ്പ് മുഴുവൻ ഇളകി വന്നിട്ട് ഷാലൊക്കെ പൂന്ന പറഞ്ഞു നമുക്ക് എടുത്ത് മാറ്റാം ഇത് കുറച്ച് ഓയിൽ ഒഴിക്കാം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് പഴുത്ത മുളകല്ലേ പച്ചമുളകല്ല ഇനി നമുക്ക് മീറ്റിട്ട് കൊടുക്കാം മുതലല്ല ഇനി മുതലിനെ കുക്ക് ചെയ്യാനുള്ള ചൈനീസ് സോസ് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം വേണം കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കുക അതൊക്കെ ചൈനക്കാരുടെ സാധനം കേട്ടാ കുറച്ച് സോയ സോസ് ഇതിലിതൊക്കെ ചേർത്തിയാലേ ഇതിൻ്റെ സാധനമാവുള്ളൂ എന്താ മാണവല്ലേ ഇനി കുറച്ച് സ്പ്രിങ് കൂടി അല്ലേ അല്ല അത് ചൈനക്കാരൻ്റെ മെയിൻ സാധനം ഇതെന്തോ ഒരു പൂവാണ് കേട്ടോ അവിടുത്തെ തിന്നുക തന്നെ ഒക്കെ ഫുഡിലിട്ട് തന്നെ മറ്റേ മേടിച്ചതാണോ അപ്പോൾ അങ്ങനെ നമ്മുടെ കറി നമുക്ക് എടുക്കാനായി എന്താ കറി കറി എന്ന് പറഞ്ഞാലേ ഒരു രക്ഷ ഓക്കെ നമുക്കിത് കൊടുക്കാം ഇനി കുറച്ച് അതിലുണ്ട് കറി ഇതാ സംഭവം നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടാ രതീഷിന് ആദ്യം കൊടുക്കട്ടാ എന്താ കറി അല്ലേ ഒരു രക്ഷയില്ലടാ നല്ല മണമുണ്ട് ഇനി ഇദ്ദേഹത്തിന് അങ്ങനെ രതീഷും ഇദ്ദേഹം കൂടി ടേസ്റ്റ് നോക്കട്ടാ ഈ കോലൊക്കെ ഉണ്ട് കൊടുത്താ ചൈന കോല് ഞങ്ങള് സൈർ പേ നോക്കണം ഞാൻ ഇത് തായ്ലാൻഡിൽ വെച്ച് നമ്മൾ ഗ്രില്ല് ചെയ്ത് ചെറിയൊരു പീസ് കഴിച്ചു നോക്കിയിട്ടുണ്ട് ചിക്കനെ പോലെയാണ് ടേസ്റ്റ് കേട്ടാ ഇതിന്റെ മണം പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണം ഈറ്റ് നോ പ്രോബ്ലം Okay. ഈറ്റ് ഹൗ ചെക്ക് Good. ഗുഡ് Yeah. സെയിം ചൈന Yeah. ടേസ്റ്റ് Same China. ചൈന Very good. ചൈനൻ്റെ മസാലയൊക്കെയാണ് നമ്മട്ട് ഇതാക്കി കേട്ടാ ഞാൻ എന്തായാലും കഴിക്കില്ല നമുക്കത് പറ്റില്ല ഞാൻ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ റെഡിയാണ് ആ അങ്ങനെയുണ്ട് നോക്ക് നന്നായിട്ടുണ്ട് അപ്പോഴാണ് പറയുന്ന ആളെട്ടാ പെട്ടെന്ന് പോകാം കിട്ടാം വീട്ടിൽ പിന്നെ ഒരു 14 കിലോ ഉള്ളൂ അല്ലേ ചെറിയ മുതലാണ് അപ്പോൾ ഇത് കഴിക്കുന്നവർ കഴിക്കാം പിന്നെ വേറെ സ്മെല്ലോ ഒന്നുമില്ല കേട്ടോ അല്ലേ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ശാലൊന്നുമില്ല നല്ല മണം പിന്നെ മസാല ഇട്ടതുകൊണ്ട് നല്ല മണമുണ്ട് സാധനം പിന്നെ അതുപോലെ തന്നെ രണ്ടാം കൂടി ടേസ്റ്റ് നോക്കിയിട്ട് എന്താകുന്നുള്ളത് നമുക്ക് നോക്കാം രതീഷിന് എന്തായാലും രതീഷിന് ഇപ്പോഴേ പറ്റുള്ളൂ കൊണ്ട് രതീഷ് ടേസ്റ്റ് ചെയ്ത് നോക്കണം കോലൊക്കെ പിടിച്ചിരിക്കണ ആള് വലിയ സംഭവമാണ് ചൈനക്കാരനായി ആ കളർ മാത്രമില്ല അതെ കറുത്ത ചൈനക്കാരൻ അല്ലേ ചോറ് ഒരു കോല് കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ ഞാൻ ആ കോല് പിടിക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് 15 ദിവസം ട്രെയിനിങ് എടുത്തു
അതാ അത് ചോറ് എടുക്കുന്നത് രതീഷനാ ടേസ്റ്റ് എമ്മി ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടാ പുള്ളി. അപ്പോൾ ഇനിയും കുറേ ചൈനയിൽ നമ്മൾ കുറേ സാധനങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുന്നത് അല്ലേ, ചൈനയിൽ സ്പെഷ്യലായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ എല്ലാം കഴിക്കേണ്ട. അത് ഓരോ പ്രൊവൻസിന് ഓരോ രീതിയാണ്. എല്ലാവരും എല്ലാ സാധനവും കഴിക്കില്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തേളൊക്കെ വന്നപ്പോൾ അത് വേറെ പ്രൊവൻസിനാണ് നമ്മൾ കുക്ക് ചെയ്തത്. അപ്പോൾ ഇത് കുറേ സാധനമുണ്ട്, ഇത് ഇദ്ദേഹത്തിന് കൊടുത്തോളൂ വീട്ടിൽ കൊണ്ട് കഴിക്കട്ടില്ലേ. പിന്നെ കുറച്ച് ബാക്കിയുണ്ടായതില്ലേ അതൊന്ന് കാണിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് നമ്മൾ കൊടുത്തു വിട്ടു. അവർ വീട്ടിൽ വരുന്നില്ല പറഞ്ഞു, ശരി അവർ കഴിച്ചോട്ടെ പറഞ്ഞു. പക്ഷെ അത് ഭയങ്കര അഭിപ്രായം പറഞ്ഞു പോയിട്ടാ, സൂപ്പർ ഇതാണെന്ന് പറഞ്ഞിട്ട് പോയിട്ടായിരുന്നു. അപ്പോൾ ഇത് സഹീർ ഭായ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നേ വീടുകളിലൊക്കെ സഹീർ ഭായ് കണ്ടിട്ടില്ലേ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചൈനയിൽ നിന്ന് സോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് സഹീർ ഭായ്ക്ക്. ലീഗലായിട്ട് എന്ത് സാധനവും ഇവിടെ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത്. അപ്പോൾ സഹീർ ഭായ് നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കാണിക്കുക, സഹീർ ഈ വാട്സപ്പ് നമ്പറിൽ അയക്കുക. അപ്പോൾ സഹീർ ഭായ് ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾ അത് സോഴ്സ് ചെയ്യാം. പിന്നെ ചെറിയ ക്വാണ്ടിറ്റിക്ക് ഇവിടെ സോഴ്സ് ചെയ്യാണ്ടിരിക്കണം നല്ലതല്ലേ. കാരണം അത് അവിടെ വരുന്നതും അതൊക്കെ ആയിട്ട് ചിലവ് കൂടുതലായിരിക്കും. നമുക്ക് അത് നാട്ടിൽ വാങ്ങാൻ പറ്റും. ആ പൈസക്ക് ഇവിടെ നിന്ന് 10,000, 50,000, ലക്ഷം ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ഇവിടെ നിന്ന് സോഴ്സ് ചെയ്ത് കൊണ്ടുപോയിട്ട് വിൽക്കുന്നത്. കണ്ടെയ്നർ കണക്കിനാണ് സാധനങ്ങൾ കൊണ്ടുപോയി വിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ബിസിനസ് ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് വാട്സപ്പിൽ സഹീർ ഭായിൻ്റെ ഓഫീസിലേക്ക് ബന്ധപ്പെടാം. അവരെല്ലാം ക്വാളിറ്റി സാധനങ്ങളൊക്കെ ബിരുദത്തിന് ചെക്ക് ചെയ്യും. നിങ്ങളിപ്പോൾ ഒരു സാധനം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ക്വാളിറ്റി, അതിൻ്റെ ഏത് പ്രൈസിനാണ് വരുന്നത്, ഇനി ക്വാളിറ്റി കൂട്ടണമെങ്കിൽ അങ്ങനെ അല്ലേ, കുറക്കണമെങ്കിൽ അങ്ങനെ അതെല്ലാം ചെയ്തിട്ട് നമ്മൾ പറയും പോലെയാണ് ഇവിടെ ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ, എന്നാലേ നമുക്കൊരു സന്തോഷമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ പറ്റി വീണ്ടും കാണാം അല്ലേ. ബൈ. കഴിച്ചോളെ നിങ്ങൾ കഴിച്ചോളെ. ആ തോല് കഴിച്ചു നോക്ക്. തോലിനാണ് കൊളാജനുണ്ട് പറഞ്ഞു. ബന്ധില്ല, നല്ലോണം ബന്ധുണ്ട് അല്ലേ. ഇത് കൊളാജൻ കൂടുതലാണെന്നാ പറഞ്ഞത് അല്ലേ. ഇപ്പം പറഞ്ഞാ കൊളാജൻ കൂടുതലാണ്, അതുകൊണ്ട് ഇത് സ്ത്രീകൾ കഴിക്കുന്നത് നല്ലതാണെന്ന് പറയണം ക്രോക്കഡൈൽ. പക്ഷെ അവർ നല്ല ഇഷ്ടപ്പെട്ടു സാധനം.